നമസ്കാരം എല്ലാവർക്കും. മക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇത്തവണ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, അവസാനവട്ട ഒരു മിനുക്കുമണി, ലാസ്റ്റ് വട്ട ഒരു മിനുക്കുമണിയിലേക്ക് പോവുകയാണ്. അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അധിക സമയം കളയരുത്. നിങ്ങൾ എന്തു നോക്കണം, എന്തു പഠിക്കണം, എന്തു പഠിക്കാതെ പോകരുത്. ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനോ ആൻസറോ മറ്റൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും കൂടി നോക്കണം. പഠിക്കാത്തവർക്ക് അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ, ഇന്നത് പഠിച്ചിട്ടേ പോകാവൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ അവസാനവട്ട പരിപാടിയാണ്. നിങ്ങൾ പെട്ടെന്ന് നോക്കേണ്ടത്. ശ്രദ്ധിക്കും മക്കളെ, ആദ്യത്തെ 3 ചാപ്റ്ററാണ് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബേസിക് ഓഫ് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അല്ലെ, ബേസിക് കോൺസെപ്റ്റ് നമ്മുടെ ഉണ്ട്, ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ഉണ്ട്. എന്താണ് ഇതിനകത്ത് പഠിക്കേണ്ടത്? നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇനി അത് പഠിച്ചിട്ടില്ല എങ്കിൽ നിർബന്ധമായും ഇന്ന് തന്നെ ഇത് പഠിച്ചിരിക്കണം. ബേസിക് കോൺസെപ്റ്റിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിക്കാതെ പോകരുത്. കേട്ടോണം, എക്സ്പ്ലെയിൻ ഒന്നും ഞാൻ ചെയ്യത്തില്ല, പെട്ടെന്ന് കേട്ടോണം. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചിട്ടില്ലയോ? പഠിച്ചിട്ട് ഉറങ്ങുക, പഠിച്ചിട്ട് വിശ്രമിക്കുക. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ക്ലിയർ ആണല്ലോ. ഒരു ലോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കും, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതറിയാതെ എൻ്റെ മക്കളുമാർ പോകരുത്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ ഉറപ്പാക്കുക, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പിക്കുക. മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി ക്ലിയർ. അതിനുശേഷം നിങ്ങൾ നേരെ എംപിരിക്കൽ ഫോർമുലയിലേക്ക് പോകുക. എംപിരിക്കൽ ഫോർമുല വെച്ച് 2 ടൈപ്പിൽ പ്രോബ്ലം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മസ്റ്റാണ്, പഠിക്കാതെ പോകരുത്. എംപിരിക്കൽ ഫോർമുല അത് കഴിഞ്ഞെങ്കിൽ സമാധാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പഠിക്കുക. 1 മാർക്ക് ഉറപ്പാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പഠിച്ചിട്ടില്ല എങ്കിൽ ഒറ്റ മാർക്കിന് വേണ്ടിയാണെങ്കിൽ പോലും അത് കളയരുത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടിരിക്കണം, പഠിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? നിർബന്ധമില്ലല്ലോ? നിർബന്ധമാണല്ലോ. ഈ പറഞ്ഞത് ഇത്രയും പഠിച്ചിരിക്കുമല്ലോ നമ്മൾ. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടായിരിക്കും. അതൊരു പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജന്റ് കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചിട്ടില്ലയോ? പഠിച്ചിട്ട് പോവുക. മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി നോക്കുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കുക, എംപിരിക്കൽ ഫോർമുല നോക്കുക, ലിമിറ്റിംഗ് റിയേജന്റ് നോക്കുക. അത്യാവശ്യം ഈ കാര്യങ്ങൾ പഠിക്കാതെ ഒരാൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പോകരുത്. പഠിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചോണം. ഓക്കെ, അവിടെ നിന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പഠിച്ചിരിക്കണം. റൂദർഫോർഡിന്റെ ബോർ മോഡലും പഠിച്ചിരിക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓഫ്ബ പ്രിൻസിപ്പിളും പോളീസ് എക്സ്ക്ലൂഷൻ തിയറിയും ഹൺസ് റൂൾസ് ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിയും പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിർബന്ധമായും ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം. മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റം ഒരു ലെങ്തി ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. പ്രധാനപ്പെട്ട നിങ്ങൾ ആദ്യത്തെ ഡിസ്കവറികളെല്ലാം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറങ്ങളെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കിയിട്ടേ പോകാവൂ. അത് നിർബന്ധമായ കാര്യമാണ്. മനസ്സിലായല്ലോ? നിർബന്ധമായ കാര്യമാണ്. അത് നോക്കിയിട്ടേ പോകാവൂ. സ്ട്രക്ചർ ഓഫ് ആറ്റം 11 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. കളയരുത് മക്കളെ. ഈ പറഞ്ഞത് നിർബന്ധമായും പഠിച്ചിട്ട് പോയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഡൗട്ട് വരില്ലല്ലോ? ഇല്ല. ഓക്കെ, അവിടെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ആണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ. 8 തൊട്ട് 10 വരെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. അയോണൈസേഷൻ എൻതാൽപ്പിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പീരിയഡും ഗ്രൂപ്പിന്റെയും ആദ്യത്തെ കുറെ ട്രെൻഡ്സ് നമ്മൾ പറയുന്നുണ്ട്. അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അറിയാൻ വയ്യാതെ പോകരുത്. അതിൽ ആനയോൺ, കാറ്റയോൺ, ആര് വലുത് ആര് ചെറുത് എങ്ങനെ കണ്ടുപിടിക്കും? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരണം. അത് കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം. നിർബന്ധമായ കാര്യമാണ്. അതേപോലെ അയോണൈസേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബെർലിയത്തിനെയും ബോറോണിനെയും നൈട്രജനെയും ഓക്സിജനെയും കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചിരിക്കണം.
അതുപോലെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപി ഓഫ് സോഡിയവും സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപി ഓഫ് സോഡിയവും മഗ്നീഷ്യവുമായി കമ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും പഠിച്ചിട്ടേ പോകാവൂ. നിർബന്ധമായിട്ടും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിയിലുമുണ്ട്, ഓക്സിജനും സൾഫറും ഫ്ലൂറിനും ക്ലോറിനും അത് തമ്മിലൊരു വ്യത്യാസമുള്ളത്, അതും പഠിക്കാതെ പോകരുത്, നിർബന്ധമാണ്. ഇത് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, വെറുതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ്, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ്, ഇതും ഈ ചാപ്റ്ററിൽ പഠിക്കാതെ പോകരുത്. ഈ 3 ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 25 മാർക്ക് വരെ കണ്ണുപടച്ച് മേടിക്കാൻ നമ്മൾ ഈ പറഞ്ഞ പോർഷനിൽ നിന്ന്. ഒന്നുകൂടെ മനസ്സിരുത്തി പഠിക്കാമെങ്കിൽ കൃത്യം 25 മാർക്ക് വരെ നമുക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന്, ആകെ 9 ചാപ്റ്റർ, അതിലെ ഈ 3 ചാപ്റ്ററിൽ നിന്ന് 25 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടേ ഇന്ന് ഉറങ്ങുന്നു തീരുമാനിക്കുക, കൃത്യമായി പരീക്ഷ എഴുതുക. ഓക്കെ, ബൈ. അടുത്ത 3 ചാപ്റ്ററുമായിട്ട് ഉടൻ ഞാൻ എത്തുന്നതായിരിക്കും. ബൈ.